എല്ലാവരെയും കർത്താവായ ക്രിസ്തു വഴി വന്ദനം ചെയ്യുന്നു. ഇന്ന് നാം കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം കണ്ണുള്ളവർ കാണട്ടെ, ചെവിയുള്ളവർ കേൾക്കട്ടെ. കർത്താവ് ഹൃദയം തുറന്ന് മനസ്സിലാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളെ വചന കേൾവിയിലേക്ക് ക്ഷണിക്കുന്നു. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ. ഈശോ കുരിശിൽ പ്രവൃത്തി പൂർത്തീകരിച്ചതിലൂടെ നമുക്ക് സിദ്ധിച്ച അനുഗ്രഹങ്ങൾ ഓരോന്നായിട്ട് വചനം നമുക്ക് പറഞ്ഞു തരികയാണ്. ഞാൻ ആ വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനിമേൽ എന്ന് പറഞ്ഞ് 19-ാമത്തെ വാക്യം ആരംഭിക്കുന്നു. എഫെസോസ് 2:19. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനത്തിലെ അംഗങ്ങളുമാണ്. എന്നിട്ട് തുടരുകയാണ്. അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരാകുന്ന അടിത്തറമേൽ പണിയപ്പെട്ട് ഉയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയിൽ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. എഫെസോസ് 2:17 മുതലുള്ള വാക്യങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മൾ വായിക്കുന്ന 19 മുതലാണ്. ഇനിമേലാൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല എന്ന പ്രഖ്യാപനം നടത്തുകയാണ്. അപ്പോൾ എഫെസോസ് ലേഖനം തന്നെ 2-ാം അധ്യായം തുടങ്ങിയപ്പം പറഞ്ഞത് അങ്ങനെയല്ല. ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. തുടങ്ങിയപ്പം പറഞ്ഞത് 2-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ തുടങ്ങിയപ്പോൾ പറഞ്ഞത്, അന്ന് നിങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവരും ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരും ഉടമ്പടിയുടെ വാഗ്ദത്തത്തിന് അപരിചിതരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ഇല്ലാത്തവരുമായിരുന്നു എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. അപ്പം എഫെസോസ് 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ നമുക്ക് സംബന്ധമില്ല ഇസ്രായേൽ പൗരതയോട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് താഴേക്ക് ഇനിമേലാൽ നിങ്ങൾ അന്യരോ 19-ാമത്തെ വാക്യം, ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. അപ്പോൾ ഒന്നുമല്ലാത്ത നാം എല്ലാമായി മാറിയത് ഇതിനിടയിൽ സംഭവിച്ച ഒരു കാര്യത്തിലൂടെയാണ്. അതാണ് യേശുവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തി. അപ്പം 16-ാമത്തെ എഫെസോസ് 2:14 വാക്യത്തിൽ പറഞ്ഞു നമുക്കൊന്നുമില്ല. എന്നാൽ അതേ ലേഖനത്തിൻ്റെ അതേ അധ്യായത്തിൽ 19 മുതലുള്ള വാക്യങ്ങൾ വരുമ്പോൾ പറയുകയാണ്, നിങ്ങളിനി അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരാണ്, ദൈവത്തിൻ്റെ ഭവനാംഗങ്ങളാണ്, ദൈവത്തിൻ്റെ ഭവനത്തിലെ അംഗങ്ങൾ. അപ്പോൾ ആ ദൈവത്തിൻ്റെ ഭവനം എന്ന ആ പ്രയോഗം സഭയെക്കുറിച്ചാണ്, കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ചാണ്. ആ ശരീരമാകുന്ന സഭയിലാണ് നമ്മെ പുതിയ സൃഷ്ടിയാക്കി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കാര്യവും കൂടെ മേളിൽ വായിക്കാം. ഇരുകൂട്ടരെന്ന് പറയുന്നത് പരിച്ഛേദനക്കാരും അപരിച്ഛേദനക്കാരും, യഹൂദരും വിജാതീയരും. ഞാൻ വായിക്കുന്നത് എഫെസോസ് 2:16. ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട്, അപ്പോൾ ഇരുകൂട്ടരും ഇപ്പോൾ ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട്, ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സ്ഥാപിക്കുവാനും കുരിശു വഴി, നോക്കണേ ആ വാക്ക്, കുരിശു വഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കുവാനുമാണ് അവിടുന്ന് അങ്ങനെ ചെയ്തത്. അപ്പോൾ യേശുവിൻ്റെ ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ വാസ്തവത്തിൽ സംഭവിച്ചത് ശത്രുത അവസാനിക്കുകയും ഇരുകൂട്ടരുണ്ടായിരുന്ന സ്ഥലത്ത് ഒരു പുതിയ സൃഷ്ടി, ഹല്ലേലൂയ, ആദത്തിൻ്റെ പഴയ സൃഷ്ടി, യേശുവിലൂടെ പുതിയ സൃഷ്ടി, ആ പുതിയ സൃഷ്ടി പുറത്തു വരികയാണ്. ആ പുതിയ സൃഷ്ടി ഈശോയോടൊപ്പം ഉയർത്തെഴുന്നേറ്റ, യേശുവിൻ്റെ മരണത്തിൽ യേശുവിനോടൊപ്പം മരിച്ച് യേശുവിൻ്റെ ഉയർപ്പിൽ യേശുവിനോടൊപ്പം ഉയർത്തപ്പെട്ട ഒരു മാനവ കുലമാണ്, അല്ലെങ്കിൽ മനുഷ്യവർഗമാണ്. അതുകൊണ്ടാണ് എഫെസോസ് 2:1 പറഞ്ഞപ്പോൾ തുടങ്ങിയത്, അപരാധങ്ങളിലും പാപങ്ങളിലും ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു. എഫെസോസ് 2:4 നോക്കുക, 5-ാം വാക്യം, കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹാസ്നേഹത്താൽ. അപ്പോൾ അപരാധങ്ങളിലും പാപങ്ങളിലും മൃതരായിരുന്ന നമ്മെ ഈ ഈശോയിൽ യേശുക്രിസ്തുവിലൂടെ വീണ്ടും ജീവിപ്പിച്ചു എന്നതാണ് സദ്വർത്തമാനം. മരിച്ചവരെ യേശുവിലൂടെ ജീവിപ്പിച്ചു. യേശുവിൻ്റെ ഉത്ഥാനത്തിൽ മാനവരാശിയുടെ ഉത്ഥാനം സംഭവിച്ചു. അതാണ് സദ്വർത്തമാനം.
ആ സദ്വർത്തമാനത്തെ കാലാകാലങ്ങളിൽ വിശ്വസിപ്പാൻ ദൈവം നമുക്ക് അവസരമൊരുക്കി. പക്ഷേ നാം വിശ്വസിക്കും മുമ്പേ അത് സംഭവിച്ചിരുന്നു. ദൈവം തൻ്റെ സ്നേഹത്തിലാണ് അത് ചെയ്തത്. ഇനി നമുക്ക് ആ ചെയ്ത പ്രവൃത്തിയിലേക്കുള്ള പ്രവേശനം വിശ്വാസത്തിലൂടെയാണ്. ആ വിശ്വാസത്തിലൂടെ പ്രവേശിക്കുന്നത് നമ്മിൽ പ്രവൃത്തിയിലൂടെ തുടരുന്നു. ആ കാര്യമാണ് എഫെസോസ് 2-ാം അധ്യായത്തിൽ ആദ്യം പറയുന്നത്. ഇനിയാണ് നമ്മൾ ഈ 2-ാം ഭാഗത്തിൽ, അതായത് 2-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗത്തിൻ്റെ അവസാന ഭാഗം, രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 2-ാം ഭാഗത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഭവനത്തിലെ അംഗമാണ് ഞാൻ എന്ന തിരിച്ചറിവാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം കേട്ടോ. ഇന്ന് എന്തുമായിക്കോട്ടെ, ഏത് ദൈവാനുഗ്രഹത്തിലേക്കുമുള്ള ഗോവേണിയാണ് ഈ ഒരൊറ്റ വചനത്തിൻ്റെ തിരിച്ചറിവ്. ഞാൻ ദൈവത്തിൻ്റെ ഭവനത്തിലെ അംഗമാണ്. അതൊന്ന് എന്നോട് ചേർന്നൊന്ന് പറയുകയും പ്രത്യേകിച്ച് ലൈവായിട്ട് ഇൻ്റർനെറ്റിലൂടെയൊക്കെ കാണുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആ കമൻ്റ് ഒന്ന് എഴുതുകയും ചെയ്താണ്. ഞാൻ ദൈവത്തിൻ്റെ ഭവനത്തിലെ അംഗമാണ്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഭവനത്തിലെ അംഗമായത്? ഇനി അടുത്ത ഭാഗം ശ്രദ്ധിക്കുക. അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറയിൽ പണിതുയർത്തപ്പെട്ടവരാണ്, പണിയപ്പെട്ടവരാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഭവനം പണിതുയർത്തപ്പെടുകയാണ്. ആ ഭവനത്തിന് 3 കാര്യങ്ങൾ ഈ വാക്യത്തിലുണ്ട്. 1, ആ ഭവനത്തിന് ഒരു മൂലക്കല്ലുണ്ട്. 2, ആ ഭവനത്തിന് ഒരടിത്തറയുണ്ട്. 3, ആ കെട്ടിടം അല്ലെങ്കിൽ ആ ഭവനം സമുന്നയിക്കപ്പെട്ടിരിക്കുകയാണ് ക്രിസ്തുവിൽ. അപ്പം എന്താണ് ആ ഭവനത്തിൻ്റെ മൂലക്കല്ല്? മൂലക്കല്ലാണ് ആദ്യം ഇടുന്ന കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത്. മൂലക്കല്ല് ക്രിസ്തുവാണ് ആ ഭവനത്തിൻ്റേത്. അത് ഇവിടെ തന്നെ വായിക്കുന്നു. എഫെസോസ് 2:20 വചനം. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. എന്നിട്ട് പറയുകയാണ് ആ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. എന്നിട്ട് 21 വാക്യം നോക്കൂ. ക്രിസ്തുവിൽ ഭവനം ഒന്നാകെ സമുന്നയിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിൽ ഭവനം ഒന്നാകെ. ഏതാണ് ഇവിടെ ഈ പറയുന്ന ഭവനം? ക്രിസ്തു മൂലക്കല്ലായിരിക്കെ അപ്പോസ്തോലന്മാർ എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതുയർത്തപ്പെട്ട് ക്രിസ്തുവിൽ സമുന്നയിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭവനം ഏതാണോ ആ ഭവനത്തിലാണ് നാം ദൈവത്തിൻ്റെ ഭവനക്കാരായി മാറിയത്. അല്ലെങ്കിൽ അതാണ് ദൈവത്തിൻ്റെ ഭവനം. ആ ഭവനമാണ് കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ. ഇതിൻ്റെ കണക്ഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എഫെസോസ് 1:23 വാക്യം 22 വാക്യം വായിക്കണം. എഫെസോസ് 1:22. അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദപീഠത്തിൽ കാൽക്കീഴാക്കുകയും പാദങ്ങൾക്ക് കീഴാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു. എന്നിട്ട് 22 വാക്യം. സഭ അവൻ്റെ ശരീരമാണ്, എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയാണ്. അപ്പോൾ എഫെസോസ് 1 അവസാന വാക്യത്തിൽ സഭ എന്ന് പറഞ്ഞിട്ട് എഫെസോസ് 2 അവസാന വാക്യത്തിൽ ദൈവത്തിൻ്റെ വാസസ്ഥലം എന്ന് പറയുന്നു. നമുക്കറിയാം എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം മുഴുവൻ സഭയെക്കുറിച്ചുള്ള വിശദീകരണം. അപ്പോൾ ആ സഭയുടെ സ്ട്രക്ചർ എന്ന് നോക്കി. ക്രിസ്തു ആകുന്ന മൂലക്കല്ല്, അപ്പോസ്തോലന്മാരാകുന്ന അടിസ്ഥാനം, അപ്പോസ്തോലന്മാരാകുന്ന അടിത്തറ, അടിത്തറയിൽ ക്രിസ്തു എന്ന മൂലക്കല്ല്, കെട്ടിടം മുഴുവൻ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. ഹാബിറ്റേഷൻ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വാസസ്ഥലം. അതാണ് അവിടുത്തെ ശരീരമാകുന്ന സഭ. ആ സഭയിലൂടെയാണ് ദൈവം എല്ലാം ചെയ്യുന്നത്. നമ്മൾ എഫെസർ 1:20 വാക്യത്തിൽ അല്ലേ, 23 വാക്യത്തിൽ എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവിടുത്തെ പൂർണ്ണതയാകുന്ന സഭ. ആ സഭയാണ് ദൈവത്തിൻ്റെ ഭവനം. ആ ഭവനത്തിലേക്ക് നമുക്ക് യേശുവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തി വഴിയായി സകലവും പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് യേശു കുരിശിൽ പറഞ്ഞതിലൂടെ നമുക്ക് പ്രവേശനം സിദ്ധിച്ചിരിക്കുകയാണ്. അതാണ് എഫെസോസ് 2 അവസാന വാക്യത്തിൽ കാണുന്നത്. ക്രിസ്തുവിൽ ഭവനം ഒന്നാകെ സമുന്നയിക്കപ്പെട്ടിരിക്കുന്നു. കാരണം സഭ യേശുവിൻ്റെ ശരീരമാണ്. അപ്പോൾ ക്രിസ്തുവിൽ ഭവനം ഒന്നാകെ സമുന്നയിക്കപ്പെട്ടിരിക്കുന്നു. 3 പിക്ചർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 1 ക്രിസ്തു എന്ന മൂലക്കല്ല്, 2 അപ്പോസ്തോലന്മാരെന്ന അടിത്തറ, 3 ക്രിസ്തുവിൽ കെട്ടിടം ഒന്നായി പണിയപ്പെടുന്നു. അത് ക്രിസ്തുവിൽ ഒന്നായി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അപ്പോസ്തോലന്മാരെന്ന അടിത്തറയാണ് ഈ ഭവനത്തിൻ്റെ 2ാമത്തെ ഫേസ് എന്ന് പറയുന്നത്. ഇതാണ് പത്രോസ് ശ്ലീഹയോട് ഫിലിപ്പിൻ്റെ കൈസരിയയിൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, നരക കവാടങ്ങൾ അതിനെ ജയിക്കയില്ല, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരുന്നു,
നീ അഴിക്കുന്നത് ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. അപ്പോൾ ക്രിസ്തുവാണ് മൂലക്കല്ല്, അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരാണ്, കെട്ടിടം പണിയപ്പെടുന്നത് ക്രിസ്തുവിലാണ്. ഇനി അതിൻ്റെ കണക്ഷൻ നമ്മളോട് എങ്ങനെയാണ് ബന്ധപ്പെട്ട് വരുന്നത്? അതാണ് അവസാന വാക്യത്തിൽ എഫെസോസ് 2:22 പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒന്നുകൂടെ ആ വാക്യം 21 വാക്യം മുതൽ വായിച്ചാലേ എൻ്റെ കണക്ഷൻ പൂർണ്ണമായിട്ട് കിട്ടുള്ളൂ. ക്രിസ്തുവിൽ ഭവനം ഒന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. ഏതാ ഭവനം? ക്രിസ്തു മൂലക്കല്ല്, അപ്പോസ്തലന്മാരാകുന്ന അടിസ്ഥാനം, എന്നിട്ട് ക്രിസ്തുവിൽ ഭവനം ഒന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു, ചേർത്ത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, ചേർത്തിണക്കപ്പെട്ടിരിക്കുന്നു, നന്നായി പണിതുയർത്തപ്പെട്ടിരിക്കുന്നു. ഇത് പറഞ്ഞിട്ടാണ് പറയുന്നത്, സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ആ ഹാബിറ്റേഷൻ ഓഫ് ഗോഡ്, ദ ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ഗോഡ് ഈസ് ഹോളി. ദൈവം വസിക്കുന്ന ആ സ്ഥലം വിശുദ്ധമാണ്. അപ്പോൾ അതുകൊണ്ട് അത് പരിശുദ്ധമായി വളർന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണത് പരിശുദ്ധമായി വളർന്നുകൊണ്ടിരിക്കുന്നത്? പരിശുദ്ധൻ്റെ സാന്നിധ്യത്താൽ. അപ്പോൾ പരിശുദ്ധിയിൽ വളർച്ചയുള്ള ദൈവത്തിൻ്റെ ഭവനമാണ് അവിടുത്തെ ശരീരമാകുന്ന സഭ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സഭയിലെ വ്യക്തികളിൽ നമ്മൾ കുറവുകൾ കാണുന്നത്. ഒരു കുറവുകളും ഇല്ലാത്തതായിരുന്നുവെങ്കിൽ വളർച്ചയിൽ പൂർണ്ണതയുണ്ടായേനെ. എന്നാൽ ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ഹാബിറ്റേഷൻ, ദൈവത്തിൻ്റെ നിവാസസ്ഥലം, ദൈവത്തിൻ്റെ വാസസ്ഥലം, അതാണ് അവിടുത്തെ ശരീരമാകുന്ന സഭ. അതിനെക്കുറിച്ച് പറയുക കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വളർന്നുകൊണ്ടിരിക്കുന്ന ഭവനത്തെ ഒന്ന് കാണുക. ക്രിസ്തു മൂലക്കല്ല്, അപ്പോസ്തലന്മാർ അടിസ്ഥാനം, ക്രിസ്തുവിൽ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നമ്മളും പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 22 വാക്യം പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും, കണ്ടോ, പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. പരിശുദ്ധാത്മാവിൽ നമ്മളും ദൈവത്തിൻ്റെ വാസസ്ഥലമായി പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തുടർമാനമായ ഒരു ക്രിയയാണ്. പണിയപ്പെട്ട് കഴിഞ്ഞില്ല, പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ ഡ്വെല്ലിംഗ് പ്ലേസ്, ദൈവത്തിൻ്റെ ഹാബിറ്റേഷൻ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വാസസ്ഥലം, ആ ദൈവത്തിൻ്റെ വാസസ്ഥലം ദൈവം പണിയുകയാണ്. അതിൻ്റെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ആ നരക കവാടത്തെ ജയിക്കാത്ത അവിടുത്തെ ശരീരമാകുന്ന സഭ, അവിടെയാണ് ഐശ്വര്യം മുഴുവൻ കിടക്കുന്നത്. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ നിറവ് സഭയാണ്. സഭയിലൂടെയാണ് ദൈവം എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആ സഭയുടെ ഭാഗമാവുക അപ്പോസ്തലന്മാരെന്ന അടിത്തറയുള്ള, ക്രിസ്തു മൂലക്കല്ലായിരിക്കുന്ന, ക്രിസ്തുവിൽ സമന്വയിക്കപ്പെട്ടിരിക്കുന്ന, അതാണ് ആ ക്രിസ്തുവിൽ സമന്വയിക്കപ്പെട്ടിരിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ഓർക്കുക, അതിൻ്റെ ഒരു വലിയ പാർട്ടായിട്ട് നമ്മൾ മാറുകയാണ്. 2000 വർഷം പഴക്കമുള്ള ദൈവത്തിൻ്റെ ഹാബിറ്റേഷൻ, ദൈവത്തിൻ്റെ വാസസ്ഥലം, അനുദിന വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വാസസ്ഥലം, അതിനകത്ത് ക്രിസ്തുവാകുന്ന മൂലക്കല്ല്. അതുകൊണ്ടാണ് ഇത് ഇനി തകരുകയില്ലെന്ന് പറയുന്നത്. മൂലക്കല്ലിൽ നിന്നാണ് പണി മുഴുവൻ ആരംഭിക്കുന്നത്. ആ മൂലക്കല്ലിൽ നിന്ന് അപ്പോസ്തലന്മാരെന്ന അടിസ്ഥാനത്തിൽ നിന്ന് നമ്മളെല്ലാവരും ചേർന്ന് വരികയാണ്. 2000 വർഷം ദൈവത്തെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരുടെയും വിശുദ്ധി, സകല നന്മ ചെയ്തവരുടെയും നന്മ, ആ നന്മയുടെ മേളിലേക്ക് നമ്മളും ചേർത്ത് വെക്കപ്പെടുകയാണ്. നോക്കി, അപ്പം ആ 2000 years ഓഫ് ആ ചേർച്ച് ഹിസ്റ്ററിയുടെ ഭാഗമാവുകയാണ് നമ്മൾ. അപ്പോൾ ഇന്ന് നമ്മൾ സഭയിലേക്ക് നോക്കുമ്പോൾ ആ വ്യക്തിയുടെ കുറവ്, ഈ വ്യക്തികളുടെ കുറവ്, ഇതൊക്കെ നമ്മൾ കാണും. പക്ഷേ അവിടെയാണ് നമ്മൾ അറിയേണ്ടത്, ഈ കാണുന്ന വ്യക്തികളല്ല കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ, അല്ലെങ്കിൽ ഈ കാണുന്ന വ്യക്തികൾ മാത്രമല്ല കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ. 2000 വർഷമായിട്ട് ഒരിക്കലും ഇളകാത്ത, മാറിപ്പോകാത്ത അടിസ്ഥാനമായി നിൽക്കുന്ന ക്രിസ്തു, ആ ക്രിസ്തുവിൻ്റെ മേലെ, ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൻ്റെ മേലെ അപ്പോസ്തോലിക ശ്ലൈഹിക അധികാരം, അവിടെയാണ് അപ്പോസ്തോലിക ശ്ലൈഹിക അധികാരം. ഞാൻ നിൽക്കുന്ന സഭയുടെ, നാം ഉൾപ്പെട്ടിരിക്കുന്ന സഭയുടെ 2000 വർഷത്തെ ഇണമുറിയാത്ത പൈതൃകം, അല്ലെങ്കിൽ ആ 2000 വർഷത്തെ വിശ്വാസത്തിൻ്റെ ധീരത, അതിൻ്റെ മേളിൽ നമ്മളും വരികയാണ്. അപ്പം ശരിക്കും ഓട്ടം ഓടി പിന്തുടരുന്ന റിലേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും.
റിലേ എന്ന് പറയുമ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് ഓടുന്നതല്ല റിലേ എന്ന് പറയുന്നത്. 100 മീറ്ററോ അല്ലെങ്കിൽ 1500 മീറ്റേഴ്സോ ഒക്കെ ഓടുന്നത് ഒറ്റയ്ക്കാണ്. എന്നാൽ 4x400 ഒക്കെ റിലേ ഓടാറുണ്ട്. റിലേ ഓടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? റിലേ ഓടുമ്പോൾ ഓടിത്തുടങ്ങുന്ന ആൾ കഴിഞ്ഞിട്ട് പിന്നെ ഓടിത്തുടങ്ങുന്ന ആളോട് പറയും ഓൺ യുവർ മാർക്ക് സെറ്റ് ഗോ. ഓക്കെ, അങ്ങനെ ഓടിത്തുടങ്ങുകയാണ്. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമനും മൂന്നാമനും നാലാമനും ഓൺ യുവർ മാർക്കും സെറ്റും ഗോയും വെടിവെപ്പിന് വേണ്ടി ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ആ ബാറ്റൺ കൈമാറുകയാണ്. ആ ബാറ്റനും എടുത്തുകൊണ്ട് പിന്നെ ഓടുകയാണ്. അപ്പം മൂന്നാമൻ രണ്ടാമനിൽ നിന്ന് ആ ബാറ്റൺ സ്വീകരിക്കുകയാണ്. മൂന്നാമനിൽ നിന്ന് നാലാമൻ ആ ബാറ്റൺ സ്വീകരിക്കുകയാണ്. എവിടെയാണ് ആ നമ്മൾക്ക് വിശ്വാസത്തിൻ്റെ ധൈര്യവും തീവ്രതയും നമുക്ക് മനസ്സിലാകുന്നത്? അപ്പം നാം അവസാനിപ്പിക്കുന്ന ഒരു ഓട്ടപ്പന്തയമാണ് എന്ന് ചിന്തിക്കാതെ നമുക്ക് മുമ്പിൽ വിശുദ്ധരായ അനേകർ ഓടിത്തുടങ്ങി. അതിൻ്റെ അകത്ത് അപ്പോസ്തോലിക സ്ലീഹന്മാരുണ്ട്, വിശുദ്ധ പത്രോസ് സ്ലീഹയുണ്ട്, വിശുദ്ധ പൗലോസ് സ്ലീഹയുണ്ട്, വിശുദ്ധ യാക്കോബ് സ്ലീഹയുണ്ട്, ശക്തരായ ദൈവത്തിൻ്റെ രക്തസാക്ഷികളുണ്ട്, വിശുദ്ധന്മാരുണ്ട്, ദൈവത്തെ പ്രസാദിപ്പിച്ച സന്യാസ വീരന്മാരുണ്ട്, ദൈവത്തെ പ്രസാദിപ്പിച്ച വിശുദ്ധ മതികളുണ്ട്, വിശുദ്ധന്മാരുണ്ട്, രക്തസാക്ഷികളുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് നമ്മൾ അത് സ്വീകരിക്കുകയാണ്. ഇപ്പോൾ 2000 വർഷത്തെ ആ പൈതൃകത്തോട് ചേർന്ന് നമ്മളും എന്ത് ചെയ്യുകയാണ്? ക്രിസ്തുവിൽ പണിയപ്പെടുകയാണ്. അവിടെയാണ് നമുക്ക് ആ റിച്ചസ് കാണാനും അത് അനുഭവിക്കാനും കഴിയുന്നത്. അതാണ് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എവിടെ? അവിടുത്തെ ശരീരമാകുന്ന സഭയിൽ. അപ്പോൾ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൻ്റെ ആഗ്രഹം നമുക്കിവിടെ വ്യക്തമാകുന്നു. യേശുക്രിസ്തുവിലൂടെ പരിച്ഛേദനക്കാരൻ, അപരിച്ഛേദനക്കാരൻ അല്ലെങ്കിൽ യഹൂദൻ, വിജാതീയൻ എന്ന വ്യവസ്ഥിതിയെ തന്നെ എടുത്തു മാറ്റി. ഇരു കൂട്ടരെയും ഒരു ശരീരത്തിൽ കൊണ്ടുവന്ന് ദൈവത്തോട് നിരപ്പിക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈശോ കുരിശിൽ പൂർത്തീകരിച്ച പ്രവൃത്തി തുടരുകയാണെന്ന്. എവിടെ തുടരുകയാണ്? അവിടുത്തെ ശരീരമാകുന്ന സഭയിലൂടെ. ആ സഭയിൽ വരുമ്പോഴാണ് നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ തിരിച്ചറിയുന്നത്. 2000 വർഷത്തെ അപ്പോസ്തോലന്മാർ അടിത്തറയിൽ പണിതിരിക്കുന്ന, ക്രിസ്തു മൂലക്കല്ലായിരിക്കുന്ന അപ്പോസ്തോലന്മാരെന്ന അടിത്തറയിൽ ക്രിസ്തുവിൽ സമന്വയിക്കപ്പെട്ടിരിക്കുന്ന, അപ്പോൾ മേലിലും താഴെയും ക്രിസ്തുവാണ്, അടിത്തറയും മൂലക്കല്ലും ക്രിസ്തുവാണ്, സമന്വയിക്കപ്പെട്ടിരിക്കുന്നതും ക്രിസ്തുവാണ്. അതിനിടയിലാണ് നമ്മൾ പണിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എന്തെല്ലാം വന്നാലും ഇളകിപ്പോവുകയില്ല. 2000 വർഷത്തിൽ സഭ ഏതെല്ലാം വിഷയങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇന്നും സ്കാൻഡൽസിനെയൊക്കെ തട്ടിമാറ്റി കളഞ്ഞിട്ട് സഭ അതിൻ്റെ ജൈത്ര യാത്ര തുടരുകയാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ അറിയുന്നത് ഈ ശരീരത്തിൽ നിന്ന് വേർപെടുമ്പോൾ, ശരീരത്തിൽ നിൽക്കുമ്പോൾ ഈ കൈക്ക് ഇൻഡിപെൻഡൻസി ഇല്ല. ഈ കൈ ഇൻഡിപെൻഡൻ്റ് അല്ല, ഡിപ്പെൻഡൻ്റ് ആണ്. ഹോൾ ബോഡിയെ ഈ കൈ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ നമുക്ക് തോന്നും, ഈ തല പറയുന്ന മുഴുവൻ അനുസരിച്ച് എത്ര നാളായി ഈ ശരീരത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു, ഇതിൻ്റെ കീഴിൽ നിന്നൊന്ന് പുറത്തു വരാൻ ചിന്തിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ പറ്റിയിരുന്നെങ്കിൽ. നമുക്കറിയാം ഈ ശരീരത്തിൽ നിന്ന് ഈ കൈ വേർപെടുമ്പോൾ കൈക്ക് തോന്നും, രക്ഷപ്പെട്ടു, ഇനി ജോലി ചെയ്യണ്ടല്ലോ, രക്ഷപ്പെട്ടു, എന്തൊരു സ്വാതന്ത്ര്യമാണ്, എന്തൊരു ഇൻഡിപെൻഡൻസാണ്, റിയൽ ഫ്രീഡം ഇപ്പോഴാണ് എൻജോയ് ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാം ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ 1-ാം ദിവസം ഈ കൈ വാടും, 2-ാം ദിവസം ഇത് കരിഞ്ഞുണങ്ങാൻ തുടങ്ങും, 3-4 ദിവസം ആകുമ്പോഴത്തേക്കും പുഴുക്കൾ ഈ കയ്യിൽ കയറി വരും. എന്നാൽ 5, 6, 10 ദിവസം, മാസങ്ങൾ കഴിയുമ്പോൾ അസ്ഥിവഞ്ചനങ്ങളായി മാത്രം ഈ കൈ മാറും. ചില ദിവസങ്ങൾ, മാസങ്ങൾ കഴിയുമ്പോൾ അസ്ഥികൾ പോലും പൊടിഞ്ഞ് ഇല്ലാതാകും. എന്നാൽ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഇതൊന്നും സംഭവിക്കുന്നില്ല. ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ മുറിവുണ്ടാകാറുണ്ട്, പക്ഷേ മുറിവ് കരിയാറുണ്ട്. കാരണം തലയിൽ നിന്ന് ശരീരത്തിലേക്ക് രക്തത്തിൻ്റെ ഓട്ടമുണ്ട്, ഞരമ്പുകളിലൂടെ സമന്വയിക്കപ്പെട്ടിരിക്കും. ഇതുപോലെയാണ് സഭയിലും. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ വിട്ടുപോകുമ്പോൾ നമുക്ക് തോന്നും ഒരു റിയൽ ഫ്രീഡം കിട്ടുന്നു, നമ്മളൊന്നിൻ്റെയും കീഴിലല്ലല്ലോ, എന്തിനാ ഇങ്ങനെ അടിമത്തം, എന്തിനാ വിധേയത്വം, എത്ര നാൾ ഇവരെയൊക്കെ അനുസരിക്കണം, ഇപ്പോൾ ഇതാ ഞാൻ ഫ്രീ ആയെന്ന് തോന്നും. പക്ഷേ അത് ആത്യന്തികമായ സ്വാതന്ത്ര്യമല്ല, അത് വലിയ തകർച്ചയ്ക്ക് മുന്നോടി മാത്രമാണ് സ്വാതന്ത്ര്യം. എന്നാൽ ശരീരത്തിനോട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ കൈ ചലിക്കുന്നു, കൈ പ്രവൃത്തി ചെയ്യുന്നു, കാരണം തല ശരീരത്തെ നിയന്ത്രിക്കുന്നു. ഇതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയിലും വാസ്തവത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ വാസ്തവമായി ഞാൻ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മാവ് ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ സഭയാം ശരീരത്തിൻ്റെ റിച്ചസ്, അതിൻ്റെ മാധുര്യവും അതിൻ്റെ ശ്രേഷ്ഠവും. ഞാൻ പറയുന്നത് അതിൽ കുറച്ച് വ്യക്തികളുടെ കാര്യമല്ല പറയുന്നത്. 2000 വർഷത്തെ ദൈവത്തെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരുടെയും സമ്പന്നത നിറഞ്ഞ അവിടുത്തെ ശരീരമാകുന്ന സഭയുടെ ശ്രേഷ്ഠത,
അതിൻ്റെ ഭാഗമാകുമ്പോൾ തന്നെ അത് നമുക്ക് വലിയൊരു അനുഗ്രഹമായി മാറും. ആ സഭയിലാണ് ദൈവത്തിൻ്റെ സർവ്വ നിറവും ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സഭയിലൂടെയാണ് ദൈവം എല്ലായിടത്തും ചെയ്യുന്നത്. ഇയാൾ അവിടെ നിന്നപ്പോൾ ഇയാളെ വലത്തെ ഭുജത്തെ കർത്താവ് തൊടുന്ന ഞാൻ കണ്ടു. ഓ ജീസസ്, ഇങ്ങോട്ട് കയറി വാ. യേശുവിൻ്റെ നാമം ഒന്ന് വിളിച്ചേ. ഒറ്റ വിളി മതി കേട്ടോ, ഒറ്റ വിളി. ഓ ഒറ്റ വിളി. ഓ ഇതിന്റെ പ്രശ്നം ഒരു പ്രത്യേക പൊസിഷനിൽ ലോക്കായി കിടക്കുക അല്ലേ? അതെ അതെ, ഒരു പ്രത്യേക പൊസിഷനിൽ ഇത് ലോക്കായി കിടക്കുക. അതുകൊണ്ട് ഇങ്ങനെ തിരിയത്തില്ല അല്ലേ? ഹല്ലേലൂയ. ഈ സമയം നോക്കിക്കോണേ, കർത്താവ് ആ ലോക്ക് എടുത്ത് മാറ്റുന്ന കണ്ടോണം. യേശുവേ സ്തുതി, ദിവ്യകാരുണ്യമേ ആരാധന. ഞങ്ങളുടെ ബലഹീന കൈകൾക്ക് മീതെ അങ്ങയുടെ ബലമുള്ള കൈവെക്കുന്നതിന് നന്ദി. പൊന്നു കർത്താവേ, ഹല്ലേലൂയ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ സർവശക്തനെ അങ്ങയെ സ്തുതിച്ചാരാധിക്കുന്ന നാഥ, ജീവദായകനെ, ഇറങ്ങി വാ. ഫാൻ കറങ്ങുന്ന വേഗതയിൽ ഈ കൈ ഇപ്പോൾ കറങ്ങിയേ പറ്റൂ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ലോക്കുകളും ഇതിനകത്ത് നിന്ന് എടുത്തു മാറ്റപ്പെടട്ടെ. ഓ ശക്തി ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഓ ഇപ്പൊ തന്നെ ഇവിടെ ഈ ദേഹം സൗഖ്യമാകുമ്പോൾ തന്നെ ഈ കൈയുടെ ഇവിടെ ഈ ഭുജത്തിന്റെ പുറകിൽ ഒരു മുഴയായിട്ട് ആരാ ഇവിടെ വന്നിരിക്കുന്നത്? പെട്ടെന്ന് കൈ ഉയർത്തിക്ക് അങ്ങനെ വന്നിരിക്കുന്ന ആള് ഇവിടെ ഈ പുറകില് ഈ തോളലിന്റെ അവിടെ ഒരു മുഴയുമായിട്ട് വന്നിരിക്കുന്ന ആൾ ഇപ്പൊ കൈ ഉയർത്തിക്കോ. അത് ഇപ്പൊ തന്നെ അപ്രത്യക്ഷമാവും. അവിടുന്ന് വിശ്വസിച്ചുറപ്പിച്ചോ, ഈ മിനിറ്റിൽ തന്നെ അത് മാറിപ്പോവും. യേശുവേ ആരാധന. സൗഖ്യത്തിന്റെ കാറ്റ് വീശട്ടെ, അത്ഭുതത്തിന്റെ കൈ വരട്ടെ, ജീവന്റെ ശക്തി ഇറങ്ങി വരട്ടെ, പുനരുദ്ധാനത്തിന് മഹത്വം ഇറങ്ങി വരട്ടെ, യേശുവിനെ ഉയർപ്പിച്ച ശക്തി 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 ഇറങ്ങി വരട്ടെ. നന്ദി പറയുന്നു. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് കരമടിച്ച് യേശുവിന് ആരാധന. കൈയടിച്ച് യേശുവേ സ്തുതി. കരമടിച്ച് യേശുവേ സ്തുതിച്ചോ. യേശുവേ കറക്കിക്കോ. ഫാൻ കറങ്ങുന്ന വേഗത കറക്കിക്കോ. എങ്ങോട്ട് വേണം കറക്കിക്കോ. എങ്ങോട്ട് വേണേ കറക്കിക്കോ. പുറകെ തൊട്ടോ. ഇവിടെ തൊട്ടോ. എന്നാ വേണേ ചെയ്ത എന്നാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീസസ്. കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല എന്നുള്ളത് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലായില്ലേ? ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. അടുത്ത സാക്ഷ്യം നമ്മുടേതായി മാറണം. കൃപയുടെ നീർച്ചാലുകൾ നമ്മളിൽ വലിയൊരു അത്ഭുതത്തെ തീർക്കണം. നമ്മൾ ദൈവത്തിൻ്റെ ഭവനക്കാരാ. വിട്ടുകൊടുക്കരുത്. സൗഖ്യം എനിക്ക് ലഭിക്കുന്ന ഔദാര്യമല്ല, സൗഖ്യം എൻ്റെ അവകാശമാണ്. ഞാൻ ദൈവത്തിൻ്റെ വീട്ടുകാരനാണ്. ഞാൻ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാണ്. ഈ ബോധ്യത്തിൽ നമുക്കൊരുമിച്ച് സൗഖ്യത്തെ സ്വീകരിക്കുന്ന പ്രാർത്ഥനയിലേക്ക് പങ്കുചേരാം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സർവശക്തനായ ദൈവമേ, ഈ സമയത്ത് ലോകമെമ്പാടും കൃപയുടെ നീർച്ചാലുകൾ എന്ന ഈ ശുശ്രൂഷ വഴിയായി ഞങ്ങളെ വീക്ഷിക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടിയും ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഇതൊരു വലിയ കൺവിക്ഷനാണ്. ഇതൊരു വലിയ തിരിച്ചറിവാണ്. ദൈവത്തിൻ്റെ ഭവനക്കാരാക്കി ഞങ്ങളെ മാറ്റിയിരിക്കുന്നു. അവിടുത്തെ ശരീരമാകുന്ന സഭയിൽ അപ്പോസ്തോലന്മാരെന്ന അടിത്തറയിൽ ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന് മേൽ കെട്ടിടം സമുന്നയിക്കപ്പെട്ടിരിക്കുന്ന പോലെ, കെട്ടിടം പണിതുയർത്തപ്പെട്ടിരിക്കുന്ന പോലെ ഞങ്ങളെയും അവിടുത്തെയിൽ പണിതുയർത്തിയിരിക്കുന്ന വലിയ ദയക്കായിട്ട് നന്ദി. ഇനി വചനം കേൾക്കുന്ന എല്ലാ മക്കളിലേക്കും സഭയാം ശരീരത്തിൻ്റെ സർവസമൃദ്ധിയും ഇറങ്ങി വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായി ക്രിസ്തുവേ, വചനത്തിൻ്റെ ഉറവിടമേ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങേ സേവിക്കുന്നു. അവിടുത്തെ ജീവൻ എല്ലാ ശരീരങ്ങളിലേക്കും ഇപ്പോൾ തന്നെ വ്യാപിക്കുവാൻ ഇടവരട്ടെ. വിശേഷാൽ രോഗികൾ സൗഖ്യമാവട്ടെ. അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ പ്രീതിപ്പെടുത്തിയ സകല വിശുദ്ധരുമേ, ഞങ്ങളുടെ പേരിന് കാരണഭൂതരായി തീർന്ന സകല വിശുദ്ധരുമേ, ഞങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സ്വർഗീയ മാലാഖമാരെ കാവൽ മതിൽ തീർക്കണമേ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. വലിയ വിശ്വാസത്തോടെയാണ്
ഇന്ന് ഈ കൃപയുടെ നീർച്ചാലുകൾ എന്ന ശുശ്രൂഷയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നത്, ശരീരങ്ങളെ ചെക്ക് ചെയ്യുക, അത്ഭുതങ്ങൾ ശരീരത്തിൽ നടന്ന് തിരിച്ചറിയുക. ഈശോ ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അവിടുത്തെ അത്ഭുതങ്ങൾ ഇന്നും തുടരുന്നു. അടുത്ത ബുധനാഴ്ച കൃത്യം 7:30 കൃപയുടെ നീർച്ചാലുകൾ ഷാലോം ടെലിവിഷനിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ സ്നേഹിതരെയും കൂടെ ഈ ശുശ്രൂഷയുടെ വിവരം അറിയിക്കുക. വീണ്ടും കാണുമ്പോഴേയും കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. നിന്റെ നിലവിളി കേൾക്കുവാൻ, കണ്ണുനീർ മായ്ക്കുവാൻ കർത്താവു നിന്നോട് കൂടെയുണ്ട്. നിന്റെ ആശ്വാസദായകൻ കൂടെയുണ്ട്. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. നിന്റെ നിലവിളി കേൾക്കുവാൻ, കണ്ണുനീർ മായ്ക്കുവാൻ കർത്താവു നിന്നോട് കൂടെയുണ്ട്. നിന്റെ ആശ്വാസദായകൻ